ഈ ആരോഗ്യമന്ത്രിയുടെ തലയ്ക്കകത്ത് ഏകദേശം പകുതിയോളം സമയം ഈ പകർച്ചവ്യാധികളുമായി ബന്ധപ്പെട്ട വ്യാധികളായിരിക്കുമോ ഉണ്ടായിരിക്കുന്നത്? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംസ്ഥാനം ഒരു മഹാനഗരമാണല്ലോ. ജനസാന്ദ്രത വളരെ കൂടുതലാണ്. നമ്മുടെ മോർബിഡിറ്റി വളരെ ഹൈ ആണ്. നമുക്ക് പ്രമേഹവും രക്തസമ്മർദ്ദവും ഒക്കെ ഉണ്ട്. നമ്മൾ 60 വയസ്സിന് മുകളിലുള്ളവരുടെ എണ്ണം വളരെ കൂടുതലാണ്. പിന്നെ നമ്മുടെ പോപ്പുലേഷൻ എപ്പോഴും മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നു പോകുന്ന ഒരു സമൂഹമാണ്. ഇപ്പം നമ്മൾ ജോലിക്ക് വേണ്ടി മാത്രമല്ലല്ലോ, അല്ലാതെ ടൂറിസ്റ്റ് അങ്ങനെയുള്ള യാത്രകളും നമ്മളുടെ ഇതിലുണ്ടാകുന്നുണ്ട്. ഇത് കൂടാതെ മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ ലോകാരോഗ്യ സംഘടന അടയാളപ്പെടുത്തിയിട്ടുള്ള ഡെങ്കി ഫീവർ ഏറ്റവും ഈ ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ഇവിടെ ഏറ്റവും കൂടുതൽ അതിന് സാധ്യതയുള്ള ഇടമാണ് കേരളം. ഇപ്പോൾ ഇവിടെ അങ്ങനെയാണ്, ശ്രീലങ്ക അങ്ങനെയാണ്, ഇപ്പോൾ ലോകത്ത് ഇപ്പോൾ പെറു അങ്ങനെയാണ്, ഇപ്പോൾ പല രാജ്യങ്ങളും WHO അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തു. അങ്ങനെ ഒരു പ്രദേശമാണ് നമ്മുടെ കേരളം. അപ്പോൾ ഇതിനുള്ള സാധ്യത എപ്പോഴും ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളുടെ വേനൽ ആണെന്നാണ് നമ്മൾ കരുതുന്നത്, പക്ഷേ മഴയുണ്ട്. ഇപ്പോൾ നമ്മൾ ഇൻ്റർമിറ്റൻറ്റ് റെയിൻ കാരണം നമുക്ക് ഡെങ്കി പനിയുണ്ട്. പിന്നെ എലിപ്പനി സ്വാഭാവികമായിട്ടുമുണ്ട്. കാരണം കുറച്ച് കാലം ഒരു മഴയില്ലാതെ ഇരുന്ന് ഓടകളൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ടിരുന്ന് ചിലപ്പോൾ വേസ്റ്റ് ഉണ്ടാകാം, അവിടെ എലികളുണ്ടാകാം, അതിലൂടെ വെള്ളം കയറി പിന്നെ ഒരു മഴയിൽ ഒരു കാലിൽ മുറിവുള്ള ഒരാൾ അതുവഴി നടന്നു പോകുമ്പോൾ, ഈ വെള്ളത്തിലൂടെ നടന്നു പോകുമ്പോൾ ഒരു എലിപ്പനി സാധ്യതയുണ്ട്. സിക്ക, കൊതുകുജന്യ മറ്റൊരു രോഗമാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിലും അതുണ്ട്. ഇപ്പോൾ അമീബിക് മെനിഞ്ചോഎൻകഫലൈറ്റിസ്, അതായത് മഴ കുറഞ്ഞു നിൽക്കുമ്പോൾ നമ്മുടെ ജലാശയങ്ങളിലൊക്കെ വെള്ളം കുറച്ച് കുറയും, കെട്ടിക്കിടക്കും, മലിനമാകുന്ന വെള്ളമുണ്ട്. അപ്പോൾ അമീബിക് മെനിഞ്ചോഎൻകഫലൈറ്റിസ് 1-2 കേസുകൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 1-2 അല്ല, അതിൽ കൂടുതലുണ്ട്. സർവൈവ് ചെയ്തെടുത്ത് എടുത്തു. ഭയങ്കര, എനിക്ക് തോന്നുന്നു അത് ഏറ്റവും കൂടുതൽ മോർട്ടാലിറ്റി റേറ്റ് ഉള്ള അസുഖങ്ങളിലൊന്നായിരുന്നു. 100% ആയിരുന്നു. അതെ അതെ, നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷപ്പെട്ടു. അതെ അതെ, അത് നമ്മൾ ആദ്യം തന്നെ കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ്. അതായത് വാസ്തവത്തിൽ ഇത് എല്ലായിടത്തുമുണ്ട്. ഈ കെട്ടിക്കിടക്കുന്ന ജലാശയത്തിൽ മാത്രമാകണം എന്നില്ല. നമ്മൾ കണ്ടുപിടിച്ചത് ഓവർ ഹെഡ് ടാങ്ക് വൃത്തിയാക്കാതെ ഇരുന്നു. 3 വർഷമായിട്ടൊക്കെ വൃത്തിയാക്കാതെ ഒരു വീട്ടിൽ നിന്ന് ആ വെള്ളത്തിൽ കുളിച്ച ആൾക്ക് ഇതുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് പോയി വല്ല കുളത്തിലോ മറ്റ് കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങളിലോ വല്ലതും കുളിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയപ്പോൾ ഇല്ല. അപ്പോഴാണ് നോക്കിയത്, ഈ ടാങ്ക് നോക്കിയപ്പോൾ ഈ ടാങ്ക് വൃത്തിയാക്കിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതിനൊരു ഗൈഡ് ലൈൻ ഇറക്കി, ICMRൻ്റെ ഒരു എക്സ്പേർട്സുമായിട്ട് ചേർന്ന് നമ്മളൊരു സ്റ്റഡി നടത്തി, പിന്നെ ഒരു ചികിത്സാ പ്രോട്ടോക്കോൾ നമ്മൾ പുറത്തിറക്കി. ഇപ്പോൾ നമ്മളൊരു ഗൈഡ് ലൈൻ അതിൻ്റെ ഭാഗമായിട്ട് പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ അമീബിക് മെനിഞ്ചോഎൻകഫലൈറ്റിസ്, പിന്നെ ഈ ഒരു സമയം മുതൽ സെപ്റ്റംബർ ഒക്ടോബർ വരെ നിപ്പയുടെ ഒരു സാധ്യത വലിയ രീതിയിലുണ്ട്. അപ്പോൾ നമുക്ക് ഈ പകർച്ചവ്യാധികൾ ഒഴിഞ്ഞൊരു സമയം കേരളത്തിനില്ല.